കേന്ദ്രത്തിന്റെ പല പദ്ധതികളും പലപ്പോഴും കേരള സർക്കാർ തള്ളുന്ന കാഴ്ച തന്നെയാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തിടെയായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എത്തിയത്. അപകടപ്പെടുന്നവർക്ക് പണരഹിതമായി 1.5 ലക്ഷം രൂപ നൽകാം എന്നുള്ളതായിരുന്നു പദ്ധതി. പക്ഷേ ഈ ഒരു പദ്ധതി 4 സംസ്ഥാനങ്ങൾ തുടർന്ന് ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞെങ്കിൽ പോലും കേരളം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. അതിന് തുടക്കം കുറിച്ചിട്ടുമില്ല, ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും നടന്നിട്ടില്ല. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ സർക്കാരുമാണ് ഈ ഒരു കാര്യത്തിൽ, പോലീസുമാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരാരും ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുകയാണ് KPCC മെമ്പറും അഡ്വക്കേറ്റുമായ JS അഖിൽ. ഈ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന പദ്ധതികൾ എല്ലാം തന്നെ നിഷ്ക്രിയമായ അവസ്ഥയിലാണ്. കാരണം ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ആയിക്കോട്ടെ കേരള സർക്കാരിന്റെ ആയിക്കോട്ടെ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയബന്ധിതമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ സമയത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നടന്ന പദ്ധതികൾ, വിവിധ പദ്ധതികളുണ്ട്. നമ്മുടെ ഹിയറിംഗ് എയ്ഡ്, ചെവി കേട്ടുകൂടാത്ത കുട്ടികൾക്ക് അവർക്ക് ഹിയറിംഗ് എയ്ഡ് നൽകുന്ന പദ്ധതികൾ ഉണ്ടായിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ആശ്രയം പദ്ധതി ഉണ്ടായിരുന്നു. സ്നേഹനിധി എന്ന് പറയുന്ന പദ്ധതി ഉണ്ട്. ഒത്തിരി പദ്ധതികൾ UDFന്റെ ഗവൺമെന്റ് സമയത്ത് ഉണ്ടായിട്ടുള്ള പദ്ധതികളുണ്ടായിരുന്നു. അതൊന്നും തന്നെ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സാധാരണ ജനങ്ങൾക്കുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ സമയബന്ധിതമായി, ഇപ്പൊ ഡയാലിസിസ് നടത്തേണ്ട പേഷ്യന്റിന് ആ ഡയാലിസിസ് ദിവസത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സൗജന്യം കൊണ്ട് അർത്ഥമില്ല. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളുണ്ട്. ഇപ്പൊ തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പണ്ടൊക്കെ നമ്മുടെ MNCT കേസുകൾ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിഭാഷകരാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മറ്റു റിപ്പോർട്ടുകളൊക്കെ വാങ്ങിയതിന് ശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നു കഴിഞ്ഞ് അവസാനം കേസിന് പോയി ഒരു 7-8 വർഷം കഴിഞ്ഞിട്ട് കേസൊക്കെ കഴിഞ്ഞിട്ട് ആള് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ പൈസ എന്തെങ്കിലും കിട്ടും. പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടും. പക്ഷെ ഒരു ട്രീറ്റ്മെന്റ് അനിവാര്യമായ സമയത്ത് ഈ പൈസ അവർക്ക് ലഭിച്ചാൽ മാത്രമേ അവർക്ക് എന്തുണ്ടല്ലോ ആരോഗ്യപരമായി യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുന്നതിന്റെ ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി, പുതിയ പദ്ധതി 1.5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് സൗജന്യമായി 7 ദിവസത്തിനകത്ത് നടത്തണമെന്നുള്ളതാണ്. പക്ഷെ അത്തരം പദ്ധതികളൊന്നും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഏതെങ്കിലും രീതിയിൽ കേരളത്തിലേക്ക് ആ ഫണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ ആണെങ്കിലും കേരളത്തിന്റെ ആണെങ്കിലും പദ്ധതികൾ ജനങ്ങൾക്ക് ഏത് വിധേന ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത്തരം പദ്ധതികളെ കൃത്യമായ രീതിയിൽ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൃത്യമായി കിട്ടണം. അവർക്ക് അവരുടെ ആവശ്യം എപ്പോഴാണോ ആ ആവശ്യത്തിന് അവർക്ക് പൈസ, ഫണ്ട് ലഭിക്കേണ്ട, ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ട ആ സാഹചര്യത്തിൽ അവർക്ക് കിട്ടണമെന്ന് മാത്രം എന്നുള്ളതാണ്. അത് ആ തരത്തിലേക്ക് നമ്മൾ അത് തീരുമാനം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. സാർ, ഈ വിഷയത്തെ കുറിച്ചിട്ട് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല. അവരിപ്പോഴും ആ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നഗരസഭ, അതുപോലെ തന്നെ പോലീസ്, ആരോഗ്യവകുപ്പ്, ഇവരാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരാരും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറല്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ എന്താണ് സംസാരിക്കുക? നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഡോക്ടർ ആരിസ് ഡോക്ടറിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മൾ എന്താണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്ന് കണ്ടു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ തന്നെ 6-7 പേര് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ ഒരു വൃത്തിഹീനമായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ മന്ത്രി പറയാണ് കേരളത്തിൽ നമ്മൾ വളരെ നമ്പർ 1 ആണ് ആരോഗ്യ കേരളം എന്നുള്ളതാണ് മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റും പ്രസംഗങ്ങളിലും അവർ പറയുന്ന വാചകം. ഇതെന്താണ് ഇതിന്റെ റിയാലിറ്റി? നിങ്ങളെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്തും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പോയി ഈ വീഡിയോയുമായിട്ട് പോയി ഷൂട്ട് ചെയ്താൽ മനസ്സിലാവും. ജനങ്ങളെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് കൃത്യമായ മെഡിസിൻ ഇല്ല. ഇപ്പൊ കാരുണ്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് സൗജന്യ സേവനമായി മെഡിസിൻ കൊടുത്തിരുന്നു. ഇന്ന് കാരുണ്യ സെന്ററുകളിൽ എവിടെയെങ്കിലും മെഡിസിൻ പ്രോപ്പറായി കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ പാരസെറ്റമോൾ പോലും അവൈലബിൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം, കാരണം പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള പൊള്ള പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്. ഇപ്പൊ ആശുപത്രിയിൽ മരുന്നിന് വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ മരുന്നില്ല എന്നറിയുന്നത്. ഇപ്പൊ സാധാരണക്കാരന് പുറത്തുപോയി കൂടിയ വിലയ്ക്ക് മരുന്ന് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. എന്തുകൊണ്ട് അവിടെ മരുന്നില്ല? ഈ മരുന്നിന് വേണ്ടി മാറ്റിവെക്കുന്ന, ഇപ്പൊ ബഡ്ജറ്റിൽ ഇത്ര രൂപ സാമ്പത്തികം ഈ പറയുന്നത് പോലെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ആ പൈസ എങ്ങോട്ട് പോകുന്നു? അപ്പൊ ഇതൊക്കെ കൃത്യമായ കൊള്ള നടക്കുന്നുണ്ട്.
ഇപ്പൊ CT സ്കാൻ എടുക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എടുക്കാൻ കഴിയുന്നില്ല. പകരം അവിടെ എന്തെങ്കിലും മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് പറയുന്നത്. കംപ്ലൈന്റ് ആയ മെഷീൻ എന്തുകൊണ്ട് പ്രോപ്പറായി അവർക്ക് നന്നാക്കാൻ കഴിയുന്നില്ല? എന്താണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്? അപ്പൊ ഹാരിസൺ ഡോക്ടർ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന നമ്പർ 1 എന്ന് പറയുന്നത് എഴുത്തിലും വാക്കിലും പ്രസംഗത്തിലും മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അവർക്ക് നീതിയുക്തമായി ലഭിക്കേണ്ട അവരുടെ ചികിത്സ പോലും ഒന്ന് നേരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നിലനിൽക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം. സാർ, ഇപ്പം മന്ത്രി വീണ ജോർജ് നമ്മൾ ഇലക്ഷനിൽ തെരഞ്ഞെടുത്ത് വിജയിച്ചതിന് ശേഷം പല ആശുപത്രികളിലും രാത്രികളിൽ സഞ്ചരിക്കുകയും അങ്ങനെ വലിയൊരു വാർത്തയ്ക്കൊക്കെ വഴി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ, അല്ലാണ്ട് വൃത്തിഹീനമായി കിടക്കുന്ന ഭക്ഷണം ബാത്റൂമിൽ തന്നെ കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മന്ത്രി വീണ ജോർജ് ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിക്കാനോ ഒന്നിനും കാര്യം വരാറുമില്ല. ആൾക്കാരുടെ പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. മെഡിക്കൽ കോളേജുകളിലെ എല്ലാ മെഡിക്കൽ കോളേജ്, നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും പല വിധത്തിലുള്ള പരാതികളാണ് ഉയർന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മന്ത്രി വീണ ജോർജ് ഇതുവരെയായിട്ടും ഒരു തീരുമാനമൊന്നും അല്ലെങ്കിൽ ഒരു പരിഹാരമായിട്ടൊന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. അപ്പൊ ആ ഒരു ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു ജനങ്ങളുടെ ഇതിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് പറയാം? അത് ഈ വീണ ജോർജിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. കാരണം ആദ്യ പിണറായി മന്ത്രിസഭയിൽ KK ശൈലജ എന്ന് പറയുന്ന ഏറ്റവും നല്ല PR വർക്ക് ചെയ്യുന്ന മന്ത്രിയായിരുന്നു. ആ PR വർക്ക് ചെയ്തിരുന്ന ആരോഗ്യമന്ത്രിയെ ഒന്ന് കടത്തി വെക്കണമെങ്കിൽ, ഒന്ന് നന്നായി അതിനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ നല്ല PR ചെയ്യണം. അതിനുവേണ്ടി തുടക്കത്തിൽ എല്ലാ ആശുപത്രിയിലും പോകുമ്പോൾ എല്ലാ ചാനലുകാരും മറ്റു മാധ്യമപ്രവർത്തകരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി റീൽസിനുള്ള വക ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു വീണ ജോർജ് ചെയ്തിരുന്നത്. ഇന്ന് വീണ ജോർജ് തയ്യാറാണെങ്കിൽ, ഞാൻ തിരുവനന്തപുരം കഴക്കൂട്ടം നിവാസിയാണ്, എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ഒരാളാണ്. എന്റെ കൂടെ മന്ത്രി വരാമെങ്കിൽ ഞാൻ നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഇന്ന് അവർ അതിന് തയ്യാറല്ല. അത്രമാത്രം പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഒരു ഡോക്ടറെ വെളിപ്പെടുത്തൽ പോലും നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണ് ആ ഡോക്ടർക്കെതിരെ നടപടി എടുക്കാൻ പോവുകയാണ് ഈ ഗവൺമെന്റ്. ഒരാൾ ഒരു കാര്യം യാഥാർത്ഥ്യം സത്യം വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ള താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ പൊതുസമൂഹത്തെ നോക്കി ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഞാൻ അതിനെ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയല്ല എടുക്കേണ്ടത്. ഞാൻ അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ള രീതിയിൽ ആ ഒരു വിവേചന അധികാരത്തോടു കൂടി നമ്മൾ ഇടപെടുകയാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെ ഒരു ഡോക്ടർ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ രീതിയിൽ ഉപദ്രവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വളരെ മോശം അവസ്ഥയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ജനങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്, സാധാരണക്കാരനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്താ? 2 രൂപയായിരുന്നു OP ടിക്കറ്റ്, 10 രൂപയായി വർദ്ധിപ്പിച്ചു. ഞാൻ അതിനെതിരെ പരാതി കൊടുത്ത ആളാണ്. പക്ഷെ ആ പരാതി കൊടുക്കുന്ന സമയത്ത് പോലും അന്ന് അവിടുത്തെ MLA ആയിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ സഖാവ് പറഞ്ഞ വാചകം, ഇന്ന് 10 രൂപ കൊടുക്കാനൊക്കെ ആവശ്യത്തിലധികം വരുമാനമുള്ള ആളുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളതെന്ന്. ഒരു നേരത്തെ അന്നം കഴിക്കാൻ മാർഗമില്ലാത്ത, 1 രൂപയുടെ നാണയം കാണാൻ കഴിയാത്ത ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന സഖാക്കന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർ ശ്രമിക്കും. പണ്ട് ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണ്, ഇന്ന് പക്ഷെ അങ്ങനെയല്ല, ഇന്നത് മുതലാളി വർഗ പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് താഴെത്തട്ടിലുള്ള ആളുകളെ അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.